ഭഗവാന് നിങ്ങൾ എന്ത് ചെയ്യും? നമസ്കരിക്കും. അദ്ദേഹത്തിന് വല്ലതും കൊടുക്കണോ? ഒന്നും വേണ്ട. നിങ്ങൾക്ക് വല്ലതും വേണമെങ്കിൽ ചോദിച്ചോളൂ. ചോദിക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ എൻ്റെ ഭക്തൻ ചോദിച്ചില്ലല്ലോ, അവൻ എൻ്റെ ഭൃത്യനാണ് എന്ന് പറഞ്ഞ് വേണ്ടതൊക്കെ എപ്പോഴും നോക്കി 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 അമ്മ ചെയ്യുന്നതിനേക്കാൾ ഭേദപ്പെടുത്തി ചെയ്യും ഭഗവാൻ. ചോദിച്ചാലോ അത് മാത്രമേ തരുള്ളൂ. അമ്പട ഞാനേ എന്നൊരു തോന്നലും ഭഗവാനുണ്ടാവും. വസുദേവൻ ചോദിച്ചു, പ്രത്യക്ഷപ്പെട്ടു. ആര്? മഹാവിഷ്ണു ചതുർഭുജധാരി. എല്ലാം തരാൻ തയ്യാറായി നിന്നു, മോക്ഷമടക്കം. അപ്പോൾ ചോദിച്ചതെന്താ? എനിക്കൊരു മകനായി ജനിക്കണം. മകനായി ജനിക്കണം എന്ന് വെച്ചാൽ ഈ ചോദിച്ച ആൾ ഭഗവാന്റെ അച്ഛനാവാൻ പോവാ. അപ്പോൾ ഈശ്വരൻ്റെ അച്ഛനാവുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമാണാവോ? ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ അച്ഛനാവാം. മനുഷ്യക്കുഞ്ഞിൻ്റെ അച്ഛനാവാം. പക്ഷേ ഈശ്വരൻ്റെ അച്ഛനാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സങ്കീർണമായൊരു സ്ഥാനമാണ്. അപ്പം മഹാവിഷ്ണു തന്നെ അത്ഭുതപ്പെട്ടു. ശരി, എന്നിട്ടോ ജനിച്ച ഉടനെയോ പറയുകയാണ് ആ കുട്ടി, എന്നെ ഇപ്പം തന്നെ കൊണ്ടുപോകണം അമ്പാടിയിൽ. അവിടെ കൊണ്ടുപോയി കിടത്തി ആരും അറിയാതെ പെൺകുട്ടിയെ കൊണ്ടുവരണം, കംസന് കൊല്ലാൻ വേണ്ടി കൊടുക്കാമെന്നാ. അപ്പോൾ എനിക്ക് ശിശുവായി ജനിക്കണം എന്ന് പറഞ്ഞ കാര്യം നടന്നു. അവിടുന്ന് അങ്ങോട്ടുള്ളതൊന്നും നടന്നില്ല. അതിനൊന്ന് താലോലിക്കാനോ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാനോ കൺകുളിർക്ക കാണാനോ ഒന്നിനും പറ്റിയിട്ടില്ല. നിങ്ങളൊരൊറ്റ ആളും ഒന്നും ചോദിച്ചു പോകരുത് കേട്ടോ. ഭഗവാനേ 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 കൃഷ്ണ കൃഷ്ണ എന്നും പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയരുത്. പറഞ്ഞാൽ അബദ്ധാവും. എന്തിനാ പറയണത്? നമ്മൾ പറഞ്ഞിട്ട് വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നുള്ളൊരു ഭഗവാനാണെങ്കിൽ ആ ഭഗവാനെ കൊണ്ട് എന്താ കാര്യപ്പാ? ഒരു കാര്യമില്ല. അദ്ദേഹം സർവജ്ഞനാണ്, സർവവ്യാപിയാണ്, സർവശക്തനാണ്. അങ്ങനെ സർവജ്ഞനും സർവവ്യാപിയും സർവശക്തനുമായിരിക്കുന്ന ഭഗവാനോട് നമ്മൾ എന്തു പറയാനാ?